ഗുഡ് മോർണിംഗ്. ഇത് ഹോട്ടൽ വെള്ളക്കാമ്പ്, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാനൊരു ഭക്ഷണം ഒരു പൊതി പാർസൽ വാങ്ങുന്നുണ്ട്. അതിൻ്റെ കഥ ഞാൻ പറയാം നിങ്ങളോട്. ഇത് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോകുമ്പോഴുള്ള കണ്ടെയ്നർ റോഡിലെ ഒരു ഹോട്ടലാണ്. ഞാൻ ഹോട്ടലിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ ഫുഡ് വളരെ നല്ല ഫുഡാണ്. ഒരുപാട് പേർക്ക് അറിയാം. എന്തായി വണ്ടികളൊക്കെ കഴിഞ്ഞാ നിറഞ്ഞാ? വണ്ടിയൊക്കെ നിറഞ്ഞാ? അപ്പോഴിടാൻ വേണ്ടി ഇഷ്ടപ്പെടില്ല അല്ലേ? ആകെ തല്ലാൻ തല്ലാൻ വരാ നമ്മളെന്റെ വണ്ടി അവിടെ ഇടാൻ പറ്റില്ല. എല്ലാം വണ്ടി വയ്ക്കാൻ പോകുന്നത് ഞാൻ മുക്കിയാൻ പണിയാവും. വാ എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് വാ. ഇത് നമ്മുടെ ഒരു അപ്പച്ചൻ, നമ്മുടെ ഈ കഥയിലെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പാവം, നല്ലൊരു പാവം അപ്പച്ചൻ. ഈ അപ്പച്ചൻ ഈ ഹോട്ടലിൽ വരുന്ന വണ്ടികളെ എല്ലാം ഭംഗിയായിട്ട് പാർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു അപ്പച്ചൻ. നല്ല വെയിലാണ്, അസഖ്യമായിട്ടുള്ള വെയിലാണ്, താങ്ങില്ല മനുഷ്യന്. ആദ്യം ഇത് പിടിക്ക്. ചോറ് എവിടെ നിന്ന് കഴിക്കാം? എവിടെ നിന്ന് കഴിക്കുന്നത്? അവിടെ നിന്ന് വരുമോ? ആ, ഞാൻ 4 മണിയാകുമ്പോ എവിടെ നിന്ന് കഴിക്കോളൂ. അതെ, 4 മണിയാകുമ്പോ എവിടെ നിന്ന് കഴിക്കും. അവിടെ നിന്ന് കഴിക്കും അല്ലേ? പോകട്ടെ. ഓക്കെ സാർ. ഇത് കളയരുത്, കഴിക്കണം കേട്ടോ. ആ, കഴിക്കോ. ആ, ഭക്ഷണം ഭയങ്കര വില പിടിപ്പുള്ളതാണ് കേട്ടോ. എനിക്ക് ആ ചേന കണ്ടപ്പോഴേ പിന്നെ ആൾക്കാര് വണ്ടി എവിടെ വണ്ടി വേഗം മുട്ടി നമുക്ക് പണിയാവും സാറേ. അപ്പോൾ അതെനിക്കറിയാം. പിന്നെ അല്ല, അവരോട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ കേൾക്കാണെങ്കിൽ കേട്ടോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. നമ്മളെ കല്ലാൻ മതി. അതെ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ സന്തോഷമായിട്ടിരിക്കട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ കാണുന്ന നല്ല ഭക്ഷണമാണ്. ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കഴിച്ച അത്രയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരല്പ ഭക്ഷണം നമ്മൾ ഈ അപ്പച്ചന് കൊടുക്കണം. അല്ലെങ്കിൽ അതിനുള്ള ഒരു സഹായം അതാരും കാണാനോ കേൾക്കാനോ ഒന്നും വേണ്ട, നമുക്ക് കൊടുക്കാം. കാരണം ഇങ്ങനെയുള്ളൊരു വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് നമ്മുടെ ഇപ്പോൾ. അദ്ദേഹം വളരെ അതുപോലെ എന്താ പറയുക, അത്രയും വിഷമിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. എൻ്റെ കൺമുന്നിൽ 1-2 കാഴ്ചകൾ കണ്ടു ഞാൻ അവിടെ നിന്നപ്പോൾ. അദ്ദേഹത്തോട് ചീത്ത വിളിക്കുന്നത്, ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്, അത് കുറച്ച് പേരെ ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും. ദയവായി നിങ്ങൾ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഇതുപോലെ ചെറിയൊരു സഹായം ആൾക്ക് കൊടുക്കണമെന്ന് ഞാൻ വളരെ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആ അപ്പച്ചന് നമ്മളൊക്കെ ചിരിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷമുണ്ട്, ആ ചിരിയുണ്ട്. അത് മതി മക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ജീവിതം, ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ. ഒരുപാട് സന്തോഷം.